ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെ പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. നമ്മളൊക്കെ ഒരുപാട് വളകൾ പഴയതായി കഴിഞ്ഞാൽ വലിച്ചെറിയാറാണ്. ഇനി അതാരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി പഴയ വളകൾ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ല കുറേ ടിപ്സ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവിഷൻസ് ഒക്കെ വാങ്ങിയിട്ട് വരുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് പേര് കളയാറാണ്. ഇനി ഇങ്ങനെയുള്ള കവേഴ്സ് ഒന്നും നിങ്ങൾ കളയണ്ട കേട്ടോ. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കവറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ വിരിച്ച് വെച്ചാണ് നമ്മൾ ആ കവർ യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ബീട്രൂട്ടൊക്കെ അരിയുന്ന സമയത്ത് നമ്മുടെ ചോപ്പിംഗ് ബോർഡിലൊക്കെ എപ്പോഴും ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ആയിട്ട് നമ്മൾ അടിക്കടി നമ്മൾ ആ ഒരു ചോപ്പിംഗ് ബോർഡാണെങ്കിലും ആ ചോപ്പിംഗ് ബോർഡ് മോസ്റ്റ്ലി നമ്മൾക്ക് വുഡൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തിൻ്റെ ആണെങ്കിലും നമ്മൾ എപ്പോഴും കഴുകുന്നത് നല്ലതല്ല. അപ്പോൾ ഇതുപോലെ കളറൊക്കെ പിടിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മൾ ഒരുപാട് കവർ നമ്മൾ വലിച്ചെറിയുന്നുണ്ട്. ഇങ്ങനത്തെ കവറൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വിരിച്ച് വെച്ച് ചോപ്പിംഗ് ബോർഡിൻ്റെ മേലെ വിരിച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ എല്ലാ ജോലികളും കഴിഞ്ഞ് നമ്മൾ കട്ടിങ് ഇതുപോലെ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ആ വേസ്റ്റ് ആ ഒരു കവറോട് കൂടി തന്നെ നമുക്ക് ഡസ്റ്റ്ബിന്നിൽ ഇടാവുന്നതാണ്. നമുക്ക് ചോപ്പിംഗ് ബോർഡ് എപ്പോഴും കഴുകി വൃത്തിയാക്കേണ്ടി വരില്ല കേട്ടോ. വളരെ പ്രയോജനകരമായ ഒരു നല്ല ടിപ്സാണ്. നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു യൂസ് ചെയ്ത ജാം ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് പാത്രങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെയാണ് നമുക്ക് ഫുഡൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് പാത്രങ്ങൾ എല്ലാവരുടെ വീട്ടിലും കാണും. ഇനി അതൊന്നും നിങ്ങൾ വലിച്ചെറിയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാത്രം ഈ ഒരു നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതുപോലെ ഒന്ന് ഈവൺ ആയിട്ട് രണ്ട് സൈഡിലും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് ചുമരിലൊക്കെ ആണി അടിക്കാൻ പറ്റാത്തവർക്ക്, കിച്ചണിലൊക്കെ ടൈലുള്ളവർക്ക്, ഇപ്പോഴൊക്കെ ഫ്ലാറ്റ് ലൈഫിലൊക്കെ ഒരുപാട് പേർക്ക് ആണി അടിക്കാനൊന്നും പറ്റില്ല ചുമരിലൊക്കെ. അതൊക്കെ ഭയങ്കര നിബന്ധനയായിരിക്കും. അതുപോലെ തന്നെ ടൈൽസൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആണി അടിക്കാനൊക്കെ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ ഈ ഒരു അളവിൽ ഈവൺ ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് എടുക്കുക. ഇതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് സെല്ലോ ടോപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചുമരിലൊക്കെ ആണി അടിക്കേണ്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചുമരിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഹാങ്ങർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഡബിൾ സൈഡ് സെല്ലോ ടോപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കുക്കറിൻ്റെ വാസറാണ്. എപ്പോൾ നോക്കിയാലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ കഴുകിയിട്ട് കളയും. പിന്നീട് രാവിലെ സമയത്ത് കുക്കിംഗ് ചെയ്യാനൊക്കെ റെഡിയാവുന്ന സമയത്തായിരിക്കും അത് എവിടെയാണെന്ന് ഞാൻ തിരഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഒരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ കണ്ണ് മുമ്പിൽ തന്നെ ഉണ്ടാവും. നമുക്ക് എപ്പോഴും അത് ഉപയോഗിക്കാനും പറ്റും. നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ സെക്യൂർഡായിട്ട് നമുക്ക് ആ ഒരു ജാം ബോട്ടിലിൻ്റെ മൂടിയും അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് സെക്യൂർഡായിട്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ വാസർ അവിടെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ടൈലിൽ ആണി അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്കൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഷിങ്കിൻ്റെ മുകളിൽ എൻ്റെ വെസൽസിൻ്റെ ഓർഗനൈസർ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴുകി നമ്മൾ എടുക്കുന്ന ആ ഒരു വാസർ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ഡ്രൈ ആയിക്കോളും. ആ ഒരു ഹാങ്ങറിൽ കിടന്നിട്ട് നമുക്ക് നല്ല പ്രയോജനകരമായൊരു ടിപ്പാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മൾ പരിപ്പൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധിക സമയത്തും ഈ ഒരു പരിപ്പ് നമ്മൾ എപ്പോഴും
ശ്രദ്ധിക്കാറുണ്ട് കുക്കറിൽ നിന്ന് ആ ഒരു വിസിൽ വരുന്ന സമയത്ത് പരിപ്പ് ഒലിച്ച് പുറത്തേക്ക് വരുന്നത്, ആ ഒരു വെള്ളം, പരിപ്പ് വേവിച്ച ആ ഒരു വെള്ളം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൻ്റെ വാസന നാശാവാൻ, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ നാശാവാനൊക്കെ സാധ്യതയുണ്ട്. അതിനുള്ളൊരു കിടിലൻ ടിപ്പാണ്. ഇതുപോലെ നിങ്ങൾ പരിപ്പ് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം നിങ്ങൾ എടുത്ത ആ ഒരു പരിപ്പിൻ്റെ അളവിന് അനുസരിച്ച് കുറച്ച് ഓയിൽ, റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പരിപ്പ് വേവിച്ച ആ ഒരു വെള്ളം, ആ ഒരു വേവുന്ന വെള്ളം പുറത്തേക്ക് വരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ വാസറും അതുപോലെ തന്നെ ബർണറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേടാവാണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു പ്ലാനും ഇല്ലാണ്ട് രാവിലെ എണീക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയുടെ റെസിപ്പിയാണ്. ഞാനത് ആ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സാമ്പാറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ആ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടെ അതിൻ്റെ വെള്ളക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ ചിലപ്പം ഒരു പ്ലാനും ഇല്ലാണ്ട് എണീക്കുന്ന സമയത്തൊക്കെ എന്ത് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്ത് കറി വെക്കാം എന്നൊക്കെ നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ട് എണീക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ്. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കുന്നവരായിരിക്കും അധിക പേരും, എങ്കിലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പെരുങ്കായ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു വിസിൽ നമുക്ക് കൊടുത്താൽ മതിയാകും. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാകും. നല്ലൊരു താളിപ്പ്, എണ്ണയിൽ കടുകും ചെറിയ ജീരകവും കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ താളിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കിടിലൻ സാമ്പാർ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് വളകൾ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഉപയോഗിക്കാതെ വലിച്ചെറിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന വളയായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള വളകളൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ നമുക്ക് കിടിലൻ ഐഡിയാസ്, കിടിലൻ ഉപയോഗങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. എത്ര വളകളുണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വളകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബെൽറ്റ്, സ്കൂളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ബെൽറ്റ്, അതുപോലെ തന്നെ ടൈ, ഇതുപോലെ ഒരുപാട് ഷോൾസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും. നമ്മുടെ ചുരിദാറിനും അതുപോലെ തന്നെ ഓരോ ഡ്രസ്സിനും മാച്ചായിട്ട് ഉപയോഗിക്കുന്ന ഷോൾസൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് മടക്കി വെക്കുകയാണ് ചെയ്യാറ്. അത് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഷോൾ എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ എല്ലാ ഷോൾസും അവിടെ നമ്മൾ മടക്കി വെച്ചതൊക്കെ വേസ്റ്റ് ആകുന്ന പോലെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ രാവിലെ സമയത്തൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇടുന്ന ഷോക്സ്, അതുപോലെ തന്നെ ടൈയൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്നും ഈ ഒരു ബാംഗിൾസ് ഉപയോഗിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇതൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ഥലവും ലാഭിക്കാം. കുറഞ്ഞ സ്ഥലം കൊണ്ട് നമുക്ക് അത്ര തുണികൾ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. ഒരുപാട് സമയവും ലാഭിക്കുക, അതുപോലെ തന്നെ സ്ഥലവും ലാഭിക്കുക. നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ മാച്ചായിട്ട് ഷോൾ ഈസി ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാനത് ദുപ്പട്ടാസൊക്കെ ഇതുപോലെ ഒന്ന് വളയുടെ ഉള്ളിലേക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വള കൊണ്ട് നമ്മളൊരു കിടിലൻ ഓർഗനൈസറാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. നല്ലൊരു ഓർഗനൈസറാണ്. നമുക്ക് ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടും കേട്ടോ. നമുക്ക് ഒരുപാട് സ്ഥലവും നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോൾസൊക്കെ ഞാനിതാ ഈ ബാംഗിളിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വളകളാണെങ്കിലും വലിയ വളകളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എത്ര ബാംഗിൾസ് ഉണ്ടെങ്കിലും അത്രയ്ക്കും നമുക്ക് പ്രയോജനകരമാണ്, അത്രയ്ക്കും നമുക്ക് സ്ഥലം ലാഭിക്കാനും പറ്റും കേട്ടോ. നമ്മൾ മടക്കി വെച്ച് ഇതുപോലെ ഷോൾസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതൊക്കെ വലിച്ചിട്ട് നമ്മൾ ഒരു ഗതിയാക്കി കളയും. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട ഷോൾസ് എടുക്കാനും പറ്റും. ഒരുപാട് സ്ഥലവും സമയവും നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ബാംഗിൾസിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വളയുടെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ എടുത്ത ബെൽറ്റും അതുപോലെ തന്നെ
ടൈയും ഷോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ മാച്ച് ബ്ലൗസസ് ഒക്കെ നമുക്കിതുപോലെ നമുക്ക് ഈ ഒരു ബാംഗിൾസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഒരു ഹാങ്ങറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ബാംഗിൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര ബാംഗിൾസ് വേണമെങ്കിലും നമുക്കൊരു ഹാങ്ങറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കുകയും ചെയ്യും. പെട്ടെന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഷോക്സ് ആണെങ്കിലും ടൈ ആണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊക്കെ വെളിയിൽ പോകുന്ന സമയത്ത് മാച്ച് ബ്ലൗസൊക്കെ തിരയാനാണെങ്കിലും അല്ലെങ്കിൽ മാച്ച് ഷോൾസൊക്കെ തിരയാനാണെങ്കിലും ഇനി ഈസി ആയിരിക്കും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി വലിച്ചെറിയുന്ന വളകളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഉപയോഗത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.